ഹലോ ഗായ്സ്, ഒരു ചെറിയ യാത്രയിലാണ്. ഒരു സംഭവം മേടിക്കാനുണ്ട്. അങ്ങനെ ഞാൻ ടൗണിലെത്തി. ഇത് നമ്മുടെ MG റോഡാണ്. മഴയുണ്ടെങ്കിൽ MG റോഡിൻ്റെ അവസ്ഥ കണ്ടോ? ബ്ലോക്ക്, വെള്ളം തെന്നിയടിച്ച് താഴെ വീണാൽ ഒരാളും ഉണ്ടാവില്ല. MG റോഡിലെ ആവശ്യം കഴിഞ്ഞതിന് ശേഷം ഞാൻ HP വേർഡിലെത്തി ഒരു ചെറിയ ലാപ്ടോപ്പ് മേടിക്കാനാണ്. ഇവരെന്നെ ഒരു കറങ്ങുന്ന കസാരയിലൊക്കെ കൊണ്ടിരുത്തി. എനിക്ക് ഉറക്കം വന്നിട്ട് വയ്യ, ഇപ്പോൾ ഉറങ്ങി വീഴുമെന്നും പറഞ്ഞ് ഞാൻ ആ കസാരയിൽ ഇങ്ങനെ ആടിയിരുന്നു. അവസാനം കുറെ പ്രൊസീജിയേഴ്സും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ലാപ്ടോപ്പ് തന്നു. എനിക്ക് വിശന്നിട്ട് വയ്യ. നേരെ അക്ഷയയിൽ കയറിയിട്ട് ഒരു പൊറോട്ടയും ബീഫും കഴിച്ചു. സത്യം പറഞ്ഞാൽ മനസ്സ് തുറന്നു വല്ലതും കഴിക്കാൻ തുടങ്ങിയത് തന്നെ ഇപ്പോഴാണ്. ഫ്രീ ആയിട്ട് കഴിക്കാൻ പറ്റുകയെന്ന് പറയില്ലേ, അത് തന്നെ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കൂടാണ്ട് ഒരു കാപ്പിയും കൂടെ കുടിച്ചു. ബില്ല് വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ ഉള്ള ബോധവും കൂടെ പോയി കിട്ടി. അങ്ങനെ വീട്ടിലെത്തിയതിന് ശേഷം ഞാൻ എൻ്റെ ലാപ്ടോപ്പ് ഒന്ന് തുറന്നു നോക്കി. എല്ലാവരും പറയുന്നത് പോലെ എൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ഒരു ലാപ്ടോപ്പ് എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം ഞാനൊക്കെ ഒരു ലാപ്ടോപ്പ് മേടിക്കുന്നത് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ഒരു സ്വപ്നം കണ്ടിട്ടുമില്ല. എന്നാൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ദൈവം നമ്മുടെ ലൈഫിൽ ഓരോ കാര്യങ്ങളും ചെയ്തു വെക്കുന്നത്. നമുക്ക് ആ ഒരു ധൈര്യം ഉണ്ടായിരുന്നാൽ മതി. ദൈവം നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളൊരു ധൈര്യം ഉണ്ടായിരുന്നത് മാത്രം മതി. ആ ധൈര്യം ഉണ്ടെങ്കിൽ നമ്മുടെ മുന്നോട്ടുള്ള ഓരോ യാത്രയിലും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഓരോ നല്ല കാര്യങ്ങൾ നടന്നുകൊണ്ടേയിരിക്കും. ഒരു ഐസ്ക്രീം കൂടെ ആ സന്തോഷത്തിന് കഴിച്ചു. ഇത്തവണ നെഗറ്റീവ് ഒന്നും ഉണ്ടാകാഞ്ഞത് കൊണ്ട് ബിരിയാണി കഴിച്ചു. അതാ നമ്മുടെ മക്രു ബൈറ്റ്സ് കിട്ടാൻ വേണ്ടി കരച്ചിലാണ്. ബൈറ്റ്സ് തീർന്നു പോയി. അപ്പൊ ഞാൻ കുറച്ച് മിക്സർ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. പ്ലാൻ B സക്സസ് ആയി. കാരണം അവനത് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു. അപ്പൊ പിന്നെ എന്തിനാണ് ഈ ബൈറ്റ്സ് മേടിച്ചിട്ട് കാശ് കളയണതല്ലേ? മക്രുവിന് മാത്രമല്ല, മക്രുവിന്റെ കൂട്ടുകാരനും കുറച്ച് മിക്സർ കൊടുത്തു. രണ്ടുപേരും തകർത്ത് കഴിക്കുകയാണ്. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ. தேனிதற்கு முதடு சேர்ந்திருப்பதென்ன ஒன்று